ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇതത്ര കുറവൊന്നുമല്ല. അപ്പോ എന്നും ഇതുപോലെ വരുമാനുണ്ടെങ്കിൽ കയ്യില് നല്ല സമ്പാദ്യം ഉണ്ടാവും. ഇന്ദു, വെറുതെ നീ എഴുതാപ്പുറം വായിക്കരുത്. ഇന്ന് എങ്ങനെയോ കുറെ ഹാരത്തിന് അധിക ബുക്കിംഗ് വന്നു. അങ്ങനെ കിട്ടിയ പൈസ ഇത്. എല്ലാ ദിവസവും ഇങ്ങനെ ആ കൊച്ചിനെ പിഴിയാൻ നിൽക്കരുത്. നിങ്ങൾ അതേ പറയുള്ളൂ. ഡേ, നീ കിട്ടുന്ന കളയണ്ട, ഇത് കയ്യിൽ വെച്ചോ. അമ്മേ ദേവി, അമ്പലത്തിലെ നിന്റെ തിരുനടയിൽ കാലുകുത്തില്ലെന്ന് പ്രതിജ്ഞ എടുത്തെങ്കിലും എന്റെ കൺമുന്നിൽ ഇതാ ഇപ്പോഴും എപ്പോഴും നീയുണ്ട്. നിന്റെ കടാക്ഷം കൊണ്ട് ഇന്നെനിക്ക് കൂടുതൽ പണം കിട്ടി. അത് പക്ഷേ 1 രൂപ പോലും എടുക്കാതെ ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുത്തു. നിന്റെ ഈ നേർച്ചപാത്രത്തിൽ സമർപ്പിക്കാൻ എൻ്റെ കയ്യിൽ ഇന്നൊന്നുമില്ല. അവൾ എൻ്റെ കുഞ്ഞനുജത്തിയല്ലേ, അവളുടെ ആഗ്രഹം നടക്കട്ടെ. അവളുടെ സന്തോഷത്തിന് വേണ്ടി ഞാനത് കൊടുത്തു. അതുകൊണ്ട് നേർച്ചയിടാത്തതിൻ്റെ പേരിൽ നീ എന്നോട് പരിഭവിക്കരുത് ദേവി. ഡാ, വല്ലത് കിട്ടിയോടാ? അമ്മേ, ഈ അച്ഛൻ എങ്ങനെ കള്ളനായ? പണ്ട് നിന്റെ അച്ഛൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ ഒരു കള്ളൻ നിന്റെ അച്ഛനെ അങ്ങേരുടെ അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചോണ്ടുപോയി. എന്നിട്ട് ആ അച്ഛൻ, അതായത് നിന്റെ അപ്പൂപ്പൻ, അയാള് നിന്റെ അച്ഛനെ അങ്ങേരുടെ തൊഴിൽ പഠിപ്പിച്ചു. അങ്ങനെ നിന്റെ അച്ഛൻ ഒരു കള്ളനായി. അന്ന് നിന്റെ അച്ഛമ്മ അപ്പൂപ്പനെ വിലക്കിയില്ല. ആ അച്ഛമ്മ വിലക്കാത്തതിന്റെ പേരിലാ നിന്റെ അച്ഛനൊരു കള്ളനായത്. അപ്പൊ ഞാനോ? നിന്റെ അമ്മ അങ്ങനെയല്ലല്ലോ. ഞാനറിയാതെ 1-2 വട്ടം നീ കക്കാൻ ഇറങ്ങിയതാ. ഇനി എങ്ങാനും നീ കക്കാൻ ഇറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞാ ദേ ചട്ടുകം പഴുപ്പിച്ച് വെക്കും ഞാൻ. അമ്മേ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇത് എവിടുന്നാടാ? കട്ടതാ? കട്ടതാണെങ്കി എനിക്ക് വേണ്ട. ഓ, കട്ട മുതൽ എടുക്കാത്തൊരാള്. അമ്മ ഒന്ന് പോയി. എടാ, എന്റെ ഭർത്താവ് കള്ളനായത് ഭാര്യയായ എന്റെ കുറ്റമല്ല. ഞാൻ ഭാര്യയായിട്ട് വരുമ്പോഴേ നിന്റെ അച്ഛൻ കള്ളനായിരുന്നു. ആളെ തിരുത്താൻ എനിക്ക് കഴിയുമായിരുന്നില്ല. പക്ഷെ എന്റെ മകൻ കള്ളനായാൽ അത് അമ്മയുടെ കുറ്റം തന്നെയാ, അമ്മയുടെ കുറ്റം മാത്രമാ. അങ്ങനെ ഒരു കുറ്റം ഏൽക്കാൻ എനിക്കിനി മനസ്സില്ല. എന്തൊക്കെ സഹിച്ചിട്ടായാലും ഈ തൊഴിൽ ചെയ്യാൻ നിന്നെ ഞാൻ വിടില്ല. ഓ, കള്ളനല്ല ഒളിച്ചെന്ന് കേൾക്കുന്നുണ്ടായിരുന്നല്ലേ? നീ പേടിക്കണ്ട, അവനെ ഇനി ഞാൻ മോഷ്ടിക്കാൻ പറഞ്ഞു വിടത്തില്ല. അത് മതി, നിങ്ങൾ അവനെ പറഞ്ഞു വിടാതിരുന്നാ മതി. അവൻ പിന്നെ അങ്ങനത്തെ വേണ്ടാതേനത്തിനൊന്നും പോവില്ല.
ആരാ ആരാ എന്താ മോനെ? ചിരിക്കുന്നോ? എന്തിനാടാ നിലവിളിച്ചേ? ഒരു സ്വപ്നം കണ്ട അമ്മേ. സ്വപ്നം കണ്ട് നിലവിളിച്ചെന്നോ? എന്താടാ കണ്ടിട്ടില്ലാത്ത പോലെ നോക്കുന്നേ? എൻ്റെ അമ്മേനെ കണ്ടിട്ടും കേട്ടിട്ടും മതിയാവാത്തോണ്ടാ. എൻ്റെ അമ്മയെ എനിക്ക് എത്ര കണ്ടാലും മതിയാവില്ല. അതെന്താ? നിന്റെ അമ്മയ്ക്ക് കൊമ്പുണ്ടോ? എൻ്റെ അമ്മയ്ക്ക് കൊമ്പില്ല, പക്ഷെ കൊമ്പിലും വലിയ ചങ്കുണ്ട്. സ്നേഹം നിറച്ചു വെച്ച ചങ്ക്, ഹൃദയം. ചെറുക്കൻ്റെ ഓരോ കെറുക്കുകള്. മര്യാദയ്ക്ക് അവിടെ നിന്ന് ഉറങ്ങിക്കോ. ഈ കുട്ടി ഏതാ? കൂടുതലൊന്നും ചോദിക്കണ്ട, ഇവൻ നമ്മുടെ മോനാ. ഇന്നു മുതലേ നീ ഒരു അമ്മയാ, ഈ കുഞ്ഞിന്റെ അമ്മ. ഞാൻ മോഷ്ടിച്ചതൊന്നുമല്ല. ആരുടെയെങ്കിലും മോതിരം മോഷ്ടിച്ചെന്ന വിചാരം